നമസ്കാരം. കേരളത്തിലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ തലസ്ഥാനത്തെ ഒരു സീറ്റിൽ SDPIക്ക് അട്ടിമറി വിജയം. പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡിലാണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് SDPI അട്ടിമറിയിലൂടെ പിടിച്ചെടുത്തു എന്നാണ് മാധ്യമങ്ങളുടെ ഒരു വെപ്പ്. അങ്ങനെ പറയാൻ പറ്റും. നമ്മുടെ നാട്ടിൽ മാത്രം കാണുന്നൊരു പ്രത്യേക പ്രതിഭാസമാണ്. ചിലയിടങ്ങളിൽ BJP വിജയിക്കുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു നിൽക്കും. ചിലയിടങ്ങളിൽ SDPI വിജയിക്കുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു നിൽക്കും. ചിലയിടങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ വിജയിക്കുമ്പോൾ അവിടങ്ങളിൽ സിറ്റിംഗ് സീറ്റാണെങ്കിലും കോൺഗ്രസിന്റെ വോട്ട് താഴ്ന്നു നിൽക്കും. അതിപ്പോൾ സംഘപരിവാറിന്റെ കാര്യത്തിലും വ്യത്യസ്തമല്ല. അതുപോലെയാണ് ഇപ്പോൾ പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറയിൽ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിന്റെ അബ്ദുൽ കരീം എന്ന വ്യക്തി 2020 മത്സരിക്കുമ്പോൾ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു വാർഡാണ്. ആ വാർഡാണ് അപ്രതീക്ഷിതമായിട്ട് അബ്ദുൽ കരീമിന്റെ അകാല വിയോഗത്തെ തുടർന്ന് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മകളെ തന്നെയാണ് അവിടെ കോൺഗ്രസ് കാൻഡിഡേറ്റ് ആക്കിയത്. അതൊരു പൊതു ആചാര രീതിയാണല്ലോ. അപ്പോൾ ആ വൈകാരികത സ്വാഭാവികമായിട്ടും ആ സ്ത്രീയോടുണ്ടാകണം. പക്ഷേ ഇന്നലകളിൽ എങ്ങനെയാണ് ആ വാർഡ് വിജയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ മത്സരരംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർഗീയ ടീംസിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അവർക്ക് സ്ത്രീകളെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലെ സഹതാപ തരംഗം ലക്ഷ്യമിട്ട് കോൺഗ്രസ് ഇദ്ദേഹത്തിന്റെ മകളെ രംഗത്തിറക്കിയപ്പോൾ 2020 കോൺഗ്രസിന്റെ അബ്ദുൽ കരീം അവിടെ 455 വോട്ടുകൾ നേടിയിരുന്നു. CPMന് 279 വോട്ടും മൂന്നാം സ്ഥാനത്തായിരുന്ന SDPIക്ക് 363 വോട്ട്. എപ്പോൾ 2020 അബ്ദുൽ കരീം വിജയിക്കുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് 455. അന്ന് SDPIക്ക് 363 വോട്ടോടുകൂടി രണ്ടാം സ്ഥാനത്ത് വന്നു. CPM 279 വോട്ട് നേടി മൂന്നാം സ്ഥാനത്തായിരുന്നു. മൂന്നാം സ്ഥാനത്ത് പോകുമ്പോഴും പുലിപ്പാറ വാർഡിൽ ഇടതുപക്ഷം 279 വോട്ട് നേടിയാണ് മൂന്നാം സ്ഥാനത്ത്. അപ്പോൾ അവിടെ SDPIക്കും കോൺഗ്രസിനും മൃഗീയ സ്വാധീനമുള്ളതായിരുന്നു 2020. എന്നാൽ 5 വർഷം പൂർത്തീകരിച്ചില്ല. അവിടെ വിജയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അബ്ദുൽ കരീമിന് അകാല വിയോഗമുണ്ടാകുന്നു. അതിനെ തുടർന്ന് വന്ന ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ അട്ടിമറി എന്ന വാക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വോട്ട് നില ഒന്ന് മനസ്സിലാക്കണം. SDPI ഇത്തവണ 674 വോട്ട് നേടിയാണ് ജയിച്ചത്. എത്ര? 674 വോട്ട്. നേരത്തെ കേവലം 363 വോട്ട് മാത്രം നേടിയിരുന്ന SDPIക്ക് ഒറ്റയടിക്ക് 310 വോട്ടോളം കൂടുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ തവണ ജയിച്ച കോൺഗ്രസിന്റെ കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത്. ജയിച്ചിടങ്ങളിലൊക്കെ ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയമുണ്ടായി. കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം 97,000 വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് ഇത്തവണ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും 76,000 വോട്ട് കാണാനില്ല. നേരെ BJP വിജയിച്ചു. പക്ഷെ വിജയിപ്പിച്ചത് ആരാണ്? ഇടതുപക്ഷമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇവിടെ SDPIക്ക് 674 വോട്ട് കിട്ടിയപ്പോൾ കോൺഗ്രസിന്റെ വോട്ട് കഴിഞ്ഞ തവണ 455 ഉണ്ടായിരുന്നത് 148 കൂടിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? 148 455 നിന്ന് 158 കുറയും. അപ്പോൾ CPMന്റെ വോട്ടും ചോർന്നിട്ടുണ്ട് എന്നൊരു ആരോപണം ഉന്നയിക്കാം. കഴിഞ്ഞ തവണ 279 വോട്ട് നേടിയ CPM ഇക്കുറി 448 വോട്ട് നേടി. നേരത്തെ വിജയിക്കാൻ നേരത്ത് കോൺഗ്രസ് നേടിയതിനേക്കാളും 7 വോട്ടിന്റെ കുറവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം അവിടെ ഒരു ഫൈറ്റിംഗ് പാർട്ടിയായിട്ട് വളർന്നു. പക്ഷേ കോൺഗ്രസ് ഇന്നലകളിൽ എങ്ങനെയാണ് അവിടെ എണീറ്റ് നിന്നതെന്ന് മനസ്സിലാകുന്നില്ലേ? SDPI പോലുള്ള വർഗീയ സംഘടനകളെ ഏത് തെരഞ്ഞെടുപ്പും വിജയിക്കാൻ വേണ്ടി അവർ ഒരു ഊന്നുവടിയായിട്ട് ഉപയോഗിക്കുകയാണ്. പക്ഷെ ആ ഊന്നുവടി എന്ത് ചെയ്തു? എടുത്തങ്ങ് മാറ്റിയതിന് ശേഷം അവർ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആ പാർട്ടിയെ അങ്ങ് വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതല്ലേ രാജ്യത്താകമാനം BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസിനെ ഊന്നുവടിയാക്കി എണീറ്റതിന് ശേഷം അവർ ഒന്നടങ്കം വിഴുങ്ങി സ്വന്തം നിലയ്ക്ക് നിൽക്കുന്നു. അതേ രീതിയിലാണ് SDPIയും ജമാഅത്ത് ഇസ്ലാമിയും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ വർഗീയ സംഘടനകൾക്ക് പരവതാനി വിരിക്കുന്നുണ്ട്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഷോഫി പറമ്പിലിനെ വിജയിപ്പിക്കാൻ വേണ്ടി ലീഗും കോൺഗ്രസ് ഒക്കെ നടത്തിയ നെറുകെട്ട പ്രവർത്തനം ഏത് രീതിയിലാണ് കോൺഗ്രസിനെ തകർത്തുകൊണ്ട് ആ വർഗീയ സംഘടന വളരുന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുലിപ്പാറയിൽ കണ്ടിരിക്കുന്നത്. 250 പര വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുത്തത്. സിറ്റിംഗ് സീറ്റാണെന്ന് ഓർക്കണം. അവിടെ പോലും നിലനിർത്താൻ ശേഷിയില്ലാത്ത കോൺഗ്രസ് എങ്ങനെയാണ് ഈ നാട്ടിൽ വർഗീയ പാർട്ടികൾക്കെല്ലാം അവസരമുണ്ടാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവസരം തുറന്നു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വയം നശിച്ചുകൊണ്ടാണ്. അതല്ലേ നിങ്ങൾ തൃശ്ശൂർ കണ്ടത്? അതല്ലേ ഇപ്പോൾ ഒരു വാർഡായ പുലിപ്പാറയിലും കാണുന്നത്? എന്നിട്ട് ഇവരുടെ കുറേയേറെ കഥകൾ അങ്ങ് പുറത്തേക്ക് പ്രചരിപ്പിക്കും. അതായത് വസ്തുതയുമായി ഒരു പുലബന്ധവും ഇല്ലാത്ത എന്തെങ്കിലും കള്ളക്കഥകൾ. അത് തൃശ്ശൂർ അവർ സ്വയം തോപ്പിച്ചതിന് ശേഷം സിറ്റിംഗ് MP ആയിരുന്ന TN പ്രതാപനെ മാറ്റി K മുരളീധരനെ കൊണ്ടുവന്ന് നിർത്തി.
അവിടെ തോപ്പിച്ചതിന് ശേഷം സകലമാന പേരും പറയുന്നു അത് തോപ്പിച്ചത് കോൺഗ്രസ്സുകാരാണെന്ന്. പക്ഷെ കോൺഗ്രസ് നേതൃത്വം പുറത്തു പറയുന്നു CPM ആണത്രേ. ഇപ്പോ ഈ പുലിപ്പാറയിലെ കാര്യം കൂടി കേൾക്കേണ്ടതുണ്ട്. അവരുടെ കൂട്ടുകച്ചവടം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നതെന്നും ഈ നാട്ടിലെ മാറ്റി നിർത്തപ്പെടേണ്ട മതവർഗീയ സംഘടനകളെ എങ്ങനെയാണ് കോൺഗ്രസ് റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് കയറ്റിവിടുന്നതെന്ന് പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡിലെ ഈ വിജയം വളരെ കൃത്യമായി തുറന്നു കാട്ടുന്നുണ്ട്. അവിടെ ഭരിക്കുന്നതും കോൺഗ്രസ് SDPI ഒത്തുചേർന്നിട്ടാണ്. SDPIയെയും ജമാഅത്ത് ഇസ്ലാമിയെ എല്ലാം കഷത്ത് വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം അത് ഇടതുപക്ഷത്തിന്റെ മേൽ ചാപ്പ കുത്താൻ പരിശ്രമിക്കുന്ന ഒന്നാന്തര രാഷ്ട്രീയ നെറുകേടുകളാണ് കോൺഗ്രസ് എന്ന് ഈ ഒരൊറ്റ സംഭവം തെളിയിക്കുന്നുണ്ട്. കേരളത്തിലെ പൊതുസമൂഹം വളരെ ജാഗ്രതയോടുകൂടി നിലനിൽക്കേണ്ട സന്ദർഭമാണ്. മതേതര ബോധം ഉണർത്തിക്കൊണ്ട് ഈ വർഗീയ സംഘടനകളുടെ വളർച്ചയെ ചെറുക്കേണ്ടത് കേരളത്തിന്റെ സമാധാന ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ്. അതിന് ഒരിക്കലും കോൺഗ്രസ് ഉണ്ടാകത്തില്ല. കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം ഏത് വിഷപ്പാമ്പുകളെ കൂട്ടുപിടിച്ച് അധികാര കേന്ദ്രത്തിൽ എത്തുക മാത്രമാണ് ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ കുറിച്ച് അവർക്ക് യാതൊരു തിരിച്ചറിവുമില്ല എന്ന് പുലിപ്പാറ ഒരു ഉദാഹരണമായി തുറന്നു കാട്ടുന്നുണ്ട്.